ബേസിക് സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്ന മൊഡ്യൂളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ മൊഡ്യൂളിൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിക്കും. CSSR അഥവാ കൊളാപ്സ്ഡ് സ്ട്രക്ചർ സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്താണ്? ഒരു സെർച്ച് ടീമിൻ്റെ ഘടന എന്താണ്? സെർച്ചിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? ഒരു സെർച്ച് ആൻഡ് ലൊക്കേറ്റിംഗ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്? അതിനുപയോഗിക്കുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ്? ഒരു വളണ്ടിയറിൻ്റെ കടമകൾ എന്താണ്? ഒരു ബിൽഡിങ്ങിനുണ്ടാകുന്ന ഘടനാപരമായ തകർച്ചകളിൽ സുരക്ഷിതമായ തിരച്ചിൽ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു ഓപ്പറേഷനാണ് CSSR അഥവാ കൊളാപ്സ്ഡ് സ്ട്രക്ചർ സെർച്ച് ആൻഡ് റെസ്ക്യൂ. ഏതെങ്കിലും കോൺക്രീറ്റോ മറ്റേതെങ്കിലും വസ്തുവോ ബലക്കുറവ് കാരണം കെട്ടിടങ്ങൾ ഇടിയുന്നതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണം. ഒരു കെട്ടിടം തകരാനുള്ള ചില പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്: മഡ് സ്ലൈഡ്, സിങ്ക് ഹോളുകൾ തുടങ്ങി ഗ്രൗണ്ടിൻ്റെ ഇൻസ്റ്റെബിലിറ്റി, വാഹനാപകടം, ഫയർ ആക്സിഡൻസ്, പ്രായം, മെറ്റീരിയലുകൾ, രീതികൾ, ഡിസൈൻ തുടങ്ങിയ ഘടനാപരമായ സവിശേഷതകൾ, മഴ, വെള്ളപ്പൊക്കം, മഞ്ഞ്, ചുഴലിക്കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ തുടങ്ങിയവ, ബോംബ് പൊട്ടലുകൾ എന്നിവ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഭൂകമ്പം തുടങ്ങിയ പ്രവർത്തനങ്ങൾ. അടുത്തതായി അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ തിരയുന്നതിനും കണ്ടെത്തുന്നതിനെ കുറിച്ചും നമുക്ക് പഠിക്കാം. ഒരു ബിൽഡിംഗ് തകർച്ചയിൽ ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയേക്കാം. തകർന്ന ബിൽഡിങ്ങുകൾക്കുള്ളിൽ ശൂന്യമായ സ്ഥലത്ത് തത്സമയ ഇരകളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ NDRF ടീം ഒരു കൂട്ടം സാങ്കേതിക വിദ്യകളും നടപടിക്രമങ്ങളും പാലിക്കുന്നു. ഇരയുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും അവരെ കണ്ടെത്തുന്നതിനും സഹായിക്കുന്നതിനുമായി തിരച്ചിൽ നടത്തുകയും വേണം. ഫിസിക്കൽ സെർച്ചിന്റെ ആവശ്യമായ അടിസ്ഥാന ഉപകരണങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഫിസിക്കൽ സെർച്ചിന്റെ അടിസ്ഥാന ഉപകരണങ്ങൾ ഇവയാണ്: വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ അതായത് PPE, എമർജൻസി മെഡിക്കൽ കിറ്റ്, കുറഞ്ഞത് 12 മണിക്കൂറെങ്കിലും സഹായമില്ലാതെ പ്രവർത്തിക്കാൻ ആവശ്യമുള്ള സപ്ലൈകൾ, കുടിവെള്ളം, ഭക്ഷണം, ശരിയായ വസ്ത്രം എന്നിവയാണ്. അടിസ്ഥാന ഉപകരണങ്ങളായ വാക്കി ടോക്കി പോലുള്ള റേഡിയോകൾ, കെട്ടിടവും ജോലിസ്ഥലവും അടയാളപ്പെടുത്തുന്നുള്ള ചോക്ക്, പെയിന്റുകൾ, സേഫ്റ്റി കോണുകൾ, അടയാളപ്പെടുത്തുന്നുള്ള സീൻ ടേപ്പുകൾ, മുന്നറിയിപ്പ് ഉപകരണങ്ങൾ, ബൈനോക്കുലറുകൾ, ഫോട്ടോ ക്യാമറ, ഫ്ലാഷ് ലൈറ്റ്, പെൻസിലുകൾ, കളർ പേനകൾ, ക്ലിപ്പ് ബോർഡ് എന്നിവ. കൂടാതെ ഹസാർഡസ് മെറ്റീരിയൽ റെസ്പോൺസ് ഗൈഡ് പോലുള്ള ഗൈഡുകളും അത്യാവശ്യമാണ്. തത്സമയം ഇരകളെ കണ്ടെത്തുന്നതിനുള്ള ഘട്ടങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഈ ഘട്ടങ്ങളിൽ താഴെ പറയുന്ന ഉൾപ്പെടുന്നു: ലഭ്യമായ വിവരങ്ങൾ വെച്ച് വിശകലനം നടത്തുക, കോണുകൾ അടയാളപ്പെടുത്തൽ അല്ലെങ്കിൽ സീൻ ടാപ്പുകൾ ഉപയോഗിച്ച് ബാധിത പ്രദേശം അടയാളപ്പെടുത്തുക, കെട്ടിടത്തിന്റെ സ്ഥിരത പരിശോധിക്കുക, അവശിഷ്ടങ്ങൾക്കിടയിൽ ഇരകൾ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതകൾ പരിശോധിക്കുക, ഉപരിതലത്തിലോ സമീപത്തോ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന വിധത്തിൽ ഇരകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക, കെട്ടിടത്തിന്റെ ഡയഗ്രാം ഉണ്ടാക്കുക, സെർച്ച് ചെയ്യേണ്ട പ്രദേശം തിരഞ്ഞെടുക്കുക, തിരച്ചിൽ രീതി അവലംബിക്കുക, ലഭ്യമായ ഉപകരണങ്ങളും വിഭവങ്ങളും ഉപയോഗിച്ച് ഇരകളുടെ സാന്നിധ്യവും സ്ഥാനവും നിരീക്ഷിക്കുക, ഇരയെ കണ്ടെത്തിയാൽ ഉടനെ പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് നൽകുക. 2 തരത്തിലുള്ള സെർച്ച് ഓപ്പറേഷനുകൾ ഉണ്ട്. ഒന്ന് ഹേസ്റ്റി സെർച്ച്, 2 ഗ്രിഡ് സെർച്ച് എന്നിവയാണ് അവ. ഓരോന്നിനെ കുറിച്ചും കൂടുതൽ അറിയാൻ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക. ഉപരിതലത്തിലോ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്നതോ ശൂന്യമായ ഇടങ്ങളിലോ അതിജീവിച്ചവരുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് തിടുക്കത്തിലുള്ള തിരയൽ വളരെ വേഗത്തിൽ നടത്തുന്നു. ഹേസ്റ്റി സെർച്ച് ഇരകളുടെ വേഗത്തിലുള്ള കണ്ടെത്തലിനും ലഭിച്ച സീനിന്റെ അസസ്മെന്റിനും കൂടാതെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും കൂടുതൽ ഉപകരിക്കുന്നു. ഗ്രിഡ് സെർച്ച് എന്നത് ഇരകളുടെ കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്തുന്നതിന് വളരെ സാങ്കേതികമായ രീതിയിൽ നടത്തുന്ന ഒന്നാണ്. ഗ്രിഡ് സെർച്ച് മെത്തേഡിലൂടെ
സമഗ്രമായ അല്ലെങ്കിൽ ചിട്ടയായ തിരയൽ നടത്താം. റിഡൻഡൻസി പരിശോധനകളും ഇതര തിരയൽ രീതികളുടെയും ഉപയോഗം ഗ്രിഡ് സെർച്ചിൽ ഉപയോഗിക്കുന്നു. തിരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്താൻ വിവിധ രീതിയിലുള്ള സെർച്ച് മെത്തേഡുകൾ ലഭ്യമാണ്. അവ ഫിസിക്കൽ വോയിഡ് സെർച്ച്, ഹെയിലിംഗ് സെർച്ച്, ലൈൻ സെർച്ച്, ഒപ്പം കനൈൻ അല്ലെങ്കിൽ ഡോഗ് സെർച്ച് എന്നിങ്ങനെയാണ്. അവ ഓരോന്നും എന്താണെന്ന് വിശദമായി പരിചയപ്പെടാം. ഫിസിക്കൽ വോയിഡ് സെർച്ചിന് സ്പെഷ്യലിസ്റ്റോ തുല്യവും ചെലവേറിയമായ ഉപകരണങ്ങൾ ആവശ്യമില്ല. കൃത്യമായ ബോധവും നടപടിക്രമങ്ങളും മാത്രമേ ആവശ്യമുള്ളൂ. മിക്ക സംഭവങ്ങളിലും സ്പെഷ്യലിസ്റ്റ് റെസ്ക്യൂ ടീമുകൾ എത്തുമ്പോഴേക്കും അയൽക്കാരോ വഴിയാത്രക്കാരോ ആദ്യം പ്രതികരിക്കുന്നവരോ മുഖേന ഒരു അടിസ്ഥാന ഭൗതിക തിരയൽ നടത്തുന്നു. പരിശീലനം ലഭിച്ച ആപദമിത്ര പ്രാദേശിക ആളുകളുടെ സഹായത്തോടെ അത്തരം തിരയലുകൾ നടത്താം. ഫിസിക്കൽ വോയിഡ് സെർച്ചിന്റെ പ്രയോജനം തിരയലിനായി ലഭ്യമായ ഉറവിടങ്ങൾ ഉണ്ട് എന്നതാണ്. വലിയ പ്രദേശങ്ങൾ വേഗത്തിൽ സെർച്ച് നടത്താൻ സാധിക്കും. ഫിസിക്കൽ സെർച്ചിന് സ്പെഷ്യലിസ്റ്റുകളോ പ്രത്യേക ഉപകരണങ്ങളോ ആവശ്യമില്ല. ഈ പ്രയത്നത്തെ പിന്തുണയ്ക്കാൻ സന്നദ്ധ പ്രവർത്തകർക്ക് വേഗത്തിൽ പരിശീലനം നൽകാനാകും. ഫിസിക്കൽ വോയിഡ് സെർച്ച് ഇരകളുടെ സ്ഥാനം, അവസ്ഥ എന്നിവയിൽ നിർണായകമായ ദൃശ്യങ്ങൾ നൽകുന്നു. കൂടാതെ രണ്ടാമത് ഒരു പരിശോധനയ്ക്ക് സാഹചര്യവും ഒരുക്കുന്നില്ല. വോയിഡ് സെർച്ചിന്റെ ദോഷങ്ങൾ ഇനി പറയുന്നവയാണ്. സാധാരണയായി ഉപരിതലവും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്നതുമായ ഇരകളെ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. രാത്രിയിൽ തിരച്ചിൽ നടത്താൻ സാധിക്കുകയില്ല. കൊളാപ്സ്ഡ് ബിൽഡിങ്ങിന്റെ അടുത്ത് തിരയുന്നതിനാൽ ഉദ്യോഗസ്ഥർക്ക് അപകടമായി മാറിയേക്കാം. തിരയൽ തന്ത്രങ്ങളുടെ ഫലങ്ങൾ നിർണായകമല്ല. എല്ലാ ഇരകളെയും കണ്ടെത്തണം എന്നുമില്ല. ഇനി വോയിഡ് സ്പേസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സാധാരണ തകർച്ചാ പാറ്റേണുകളിൽ വോയിഡ് സ്പേസുകളുടെ സ്ഥാനം ഇവയൊക്കെയാണ്. വി ഷേപ്പ് ആകൃതിയിലുള്ള തകർച്ച സാധാരണയിൽ സംഭവിക്കുന്നത് മധ്യഭാഗത്തെ ബലത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകുമ്പോൾ തറയോ മേൽക്കൂരയോ തകരുകയും വി ആകൃതിയിൽ കൊളാപ്സ് ചെയ്യുകയും ചെയ്യുന്നു. പാൻകേക്ക് ഭൂകമ്പത്തിന്റെ ഫലമായി ഒരു ബഹുനില കെട്ടിടത്തിന്റെ തൂണുകളും മറ്റ് പിന്തുണയുള്ള ഘടനകളും തകരുകയും നിലകൾ പരസ്പരം മുകളിലേക്ക് വീഴുകയും ചെയ്യുന്നു. തറയുടെയോ മേൽക്കൂരയുടെയോ ഘടനയുടെയോ ഒരു വശം മാത്രം തകർന്ന് ലീൻ ടു തകർച്ച ഉണ്ടാകുന്നു. ഘടനയുടെ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഒന്നോ അതിലധികം ഭിത്തികൾ പരാജയപ്പെടുമ്പോൾ കാന്റിലിവർ സംഭവിക്കുന്നു. ബാക്കിയുള്ള ഭിത്തികളെ ആശ്രയിച്ച് ഇവ ബിൽഡിങ്ങിന് സപ്പോർട്ട് നൽകുന്നു. ഒന്നിലധികം മുറികൾ തിരയുന്നതിനുള്ള അടിസ്ഥാന നിർദ്ദേശമാണ് ഗോ റൈറ്റ് സ്റ്റേ റൈറ്റ് എന്നത്. ഒരു ബിൽഡിങ്ങിൽ പ്രവേശിച്ചതിന് ശേഷം വലത്തേക്ക് തിരിയുക. വലത് ഭിത്തിയുമായി സമ്പർക്കം പുലർത്തുക. കാണാവുന്നതോ ഫിസിക്കലായോ ആക്സസ് ചെയ്യാവുന്ന മുഴുവൻ സ്ഥലവും തിരഞ്ഞു കഴിഞ്ഞ ശേഷം ടീം പ്രാരംഭ പോയിന്റിലേക്ക് മടങ്ങുന്നതുവരെ ഈ പ്രവൃത്തി തുടരുക. സെർച്ച് ടീമിന് സെർച്ചിന് ശേഷം പുറത്തു കടക്കണമെങ്കിൽ അവർക്ക് ആ സമയത്ത് ദിശ ഓർമ്മിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പുറംതിരിഞ്ഞ് ഇടതുവശം ചേർന്ന് നീങ്ങുക. ദൃശ്യപരമായോ ശാരീരികമായോ കാണാവുന്ന ഇടതുവശത്തെ മതിലുമായി സമ്പർക്കം പുലർത്താൻ ശ്രമിക്കുക. ഇപ്പോൾ എങ്ങനെയാണ് ഹെയിലിംഗ് സെർച്ച് നടത്തുക എന്ന് പരിശോധിക്കാം. ഈ സെർച്ചിൽ റെസ്ക്യൂവേഴ്സ് ഘടികാര ദിശയിലോ എതിർ ഘടികാര ദിശയിലോ തകർന്ന ബിൽഡിങ്ങിന് ചുറ്റും ഇരകളെ തിരയുന്നു. അവർ ഉറക്കെ വിളിച്ചു പറയുന്നു അല്ലെങ്കിൽ മെഗാഫോൺ മുഖാന്തരം വിളിച്ചു ചോദിക്കുന്നു. എല്ലാ തിരയുന്നവരും പ്രതികരണങ്ങൾക്കായി ശ്രദ്ധിക്കുന്നു. നിർദ്ദേശങ്ങളോടുള്ള ഏതെങ്കിലും പ്രതികരണത്തിന്റെ ദിശയിലേക്ക് അവർ വിരൽ ചൂണ്ടുന്നു. ഒന്നിലധികം തിരയുന്നവർ ഒരേ ശബ്ദം കേൾക്കുകയാണെങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന ദിശ ശബ്ദത്തിന്റെ ഉറവിടത്തിന്റെ ത്രികോണാകൃതിയിലായിരിക്കും. ഓരോ രക്ഷകരും ഉണ്ടാക്കുന്ന വ്യക്തിപരമായ കുറിപ്പുകളിൽ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. റെസ്ക്യൂവർ ഉണ്ടാക്കുന്ന സ്കെച്ചിൽ പ്രദേശത്തിന്റെ രേഖാചിത്രവും ശബ്ദത്തിന്റെ ഉറവിടത്തിന്റെ ദിശയും അടയാളപ്പെടുത്തിയിരിക്കണം. ശബ്ദം ഉണ്ടാക്കുന്നതിന് പുറമെ തിരച്ചിൽ നടത്തുന്നവർ ഒരു പ്രതികരണം ലഭിക്കുന്നതിനായി അവശിഷ്ടങ്ങൾക്ക് മുകളിൽ ഖരരൂപത്തിലുള്ളതും സാധാരണയായി ലോഹവുമായ ഏതെങ്കിലും വസ്തു ഉപയോഗിച്ച് തട്ടിയേക്കാം. ഇനി ഹെയിലിംഗ് സെർച്ച് രീതികളുടെ ഗുണങ്ങളെക്കുറിച്ച് പഠിക്കാം. വലിയ പ്രദേശങ്ങൾ വളരെ പെട്ടെന്ന് തിരച്ചിൽ നടത്താൻ സാധിക്കും. ഹെയിലിംഗ് സെർച്ചിന് സ്പെഷ്യലിസ്റ്റുകളോ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ആവശ്യമില്ല.
സന്നദ്ധ പ്രവർത്തകരുടെ പിന്തുണ അല്ലെങ്കിൽ പരിശീലനം എളുപ്പത്തിൽ നടത്താൻ കഴിയും. ഇരകളുടെ ലൊക്കേഷൻ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്ന് രാവും പകലും ഹെയിലിംഗ് സെർച്ച് നടത്താം. മെഗാഫോണുകളും ഇലക്ട്രോണിക് ലിസണിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ നടപടി മെച്ചപ്പെടുത്താം. ഇനി ഹെയിലിംഗ് സെർച്ച് രീതികളുടെ പോരായ്മകൾ പരിശോധിക്കാം. ഇരയുടെ അവസ്ഥ വളരെ വഷളാകുമ്പോൾ ഇതിന്റെ ഫലപ്രാപ്തി കുറയുന്നു. ഇരകൾക്ക് തിരിച്ചറിയാനാവുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. കെട്ടിടത്തിൽ കുടുങ്ങിയ ഇരകൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ പലപ്പോഴും പുറത്തേക്ക് എത്തുന്നില്ല. അതിനാൽ തിരച്ചിൽ നടത്തുന്നവർക്ക് അത് കേൾക്കാൻ സാധിക്കുകയില്ല. തിരച്ചിൽ തന്ത്രങ്ങളുടെ ഫലം എല്ലായ്പ്പോഴും ഇരകളെ കണ്ടെത്തി എന്ന് ഉറപ്പിക്കുന്നില്ല. അതിജീവിച്ചവരുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്തുന്നതിന് കൂടുതൽ തിരയൽ യന്ത്രങ്ങൾ ആവശ്യമായി വന്നേക്കാം. ഇനി തുറസായ സ്ഥലത്ത് ലൈൻ സെർച്ച് രീതികളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ഒന്നിലധികം പാർട്ടീഷനുകളുള്ള ഓഡിറ്റോറിയങ്ങളിലും കഫറ്റേരിയകളിലും ഓഫീസുകളിലും ലൈൻ സെർച്ച് രീതി ഉപയോഗിക്കുന്നു. സെർച്ച് ടീം അംഗങ്ങൾ 3 മുതൽ 4 മീറ്റർ വീതി വരെ തുറന്ന സ്ഥലത്ത് ഉടനീളം ഒരു നേർരേഖയിൽ നിൽക്കുന്നു. സാവധാനം മുഴുവൻ അവശിഷ്ടങ്ങൾക്കിടയിലൂടെയും മറുവശത്തേക്ക് നടക്കുന്നു. ലൈൻ സെർച്ച് രീതിയുടെ അറ്റത്തുള്ള ടീം അംഗങ്ങൾ ഗോ റൈറ്റ് സ്റ്റേ റൈറ്റ് എന്ന രീതി പിന്തുടരുന്നു. ഈ നടപടിക്രമം വിപരീത ദിശയിലും ആവർത്തിക്കാവുന്നതാണ്. പരിശീലനം സിദ്ധിച്ച നായ്ക്കളും അവ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കനൈൻ ടീമുമാണ് ഡോഗ്സ് സെർച്ച് നടത്തുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ പ്രദേശങ്ങളിൽ കുടുങ്ങിയ ഇരകളെ കണ്ടെത്താൻ ഏറ്റവും നല്ല മാർഗമാണിത്. അടുത്തതായി നമുക്ക് ഇരകളുടെ മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കാം. തിരച്ചിലിൽ ചില മുൻകരുതലുകൾ എടുക്കണം. അവ ഇനി പറയുന്നു. ബാധിക്കപ്പെട്ട ഇര കേൾക്കാൻ പാടില്ലാത്ത അനുചിതമായ ഒരു അഭിപ്രായവും പറയരുത്. നിങ്ങളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എപ്പോഴും കരുതുക. എപ്പോഴും പോസിറ്റീവായിരിക്കുക. ഇര അല്ലെങ്കിൽ ബാധിക്കപ്പെട്ട ആൾ ഏറ്റവും മോശമായ അവസ്ഥയിലാണെന്നും ജീവനോടെ തുടരാൻ പോരാടുകയാണെന്നും ഓർമ്മിക്കുക. അവരെ രക്ഷിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പോസിറ്റീവായി സംസാരിക്കുക. അത് അവരുടെ അതിജീവന സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇരയ്ക്ക് ആശയവിനിമയം നടത്താൻ കഴിയുന്ന ആദ്യ വ്യക്തി നിങ്ങളായിരിക്കും. അതിനാൽ ആത്മവിശ്വാസവും പ്രത്യാശയും പ്രകടിപ്പിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണ്. അടുത്തതായി കണ്ടെത്തിയ ഒരു ഇരയുമായി പ്രാഥമിക സമ്പർക്കത്തിനായി പിന്തുടരേണ്ട പ്രക്രിയയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഒരു ഇരയുമായി പ്രാഥമിക സമ്പർക്കം പുലർത്തുമ്പോൾ ഭാഷാ തടസ്സങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. അത് മറികടക്കുകയും ചെയ്യണം. നിങ്ങൾ ഒരു റെസ്ക്യൂർ ആണെന്ന് ആദ്യമേ ഇരയെ ബോധ്യപ്പെടുത്തുക. ശരിയായ പദങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ശബ്ദത്തിൽ ആത്മവിശ്വാസവും ശാന്തതയും നിറച്ച ഇരയോട് സംസാരിക്കുക. ഇരയുടെ വിവരങ്ങൾ കണ്ടെത്തുക. പേര്, ഏകദേശം പ്രായം, പരിക്കിന്റെ വ്യാപ്തി, നില, ശരീരത്തിലെ ജലാംശത്തിന്റെ അളവ്, ഊഷ്മളത, എത്ര നേരമായി ഇര അകപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം തുടങ്ങിയവ കണ്ടെത്തുക. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇരകളെ മികച്ച തിരച്ചിൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി കണ്ടെത്താം. സ്റ്റെതസ്കോപ്പ്, തുണിൽ ഘടിപ്പിച്ചിരിക്കുന്ന മൈക്രോഫോൺ തുടങ്ങി റെക്കോർഡർ, അക്കോസ്റ്റിക് ഡിറ്റക്ഷൻ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിച്ചും ആളുകളെ കണ്ടെത്താം. ലൈറ്റോട് കൂടിയ ടെലിസ്കോപ്പിക് മിറർ, വീഡിയോ ക്യാമറ തുടങ്ങിയ വിഷ്വൽ ഡിറ്റക്ഷൻ ഉപകരണങ്ങൾ ഉപയോഗിച്ചും ഇരകളെ കണ്ടെത്താൻ സാധിക്കും. മൈക്രോഫോണും പോർട്ടബിൾ റേഡിയോയുമുള്ള ഒരു എക്സ്റ്റൻഷനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉച്ചഭാഷിണി പോലുള്ള ശബ്ദ സംപ്രേഷണ ഉപകരണങ്ങളുടെ സഹായത്തോടെ ഇരകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി നമുക്ക് സന്നദ്ധ പ്രവർത്തകരുടെ പങ്കിനെ കുറിച്ച് പഠിക്കാം. പ്രധാന രക്ഷാപ്രവർത്തകർക്ക് സന്നദ്ധ പ്രവർത്തകർ മാൻ പവർ റിസോഴ്സായി പിന്തുണ നൽകുന്നു. തിരച്ചിലിലും രക്ഷാപ്രവർത്തനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കുടിവെള്ളം നൽകുന്നു. അവശിഷ്ടങ്ങൾ വൃത്തിയാക്കാൻ സന്നദ്ധ പ്രവർത്തകർ സഹായിക്കുന്നു. കന്നുകാലികളെ പരിപാലിക്കാൻ സന്നദ്ധ പ്രവർത്തകർ സഹായിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് സന്നദ്ധ പ്രവർത്തകർ സർക്കാർ വകുപ്പുകളെ സഹായിക്കുന്നു. ഇരകൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകാനും സന്നദ്ധ പ്രവർത്തകരുടെ സഹായം ആവശ്യമാണ്. ഇനി ഈ മോഡ്യൂളിൽ ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. CSSR കൊളാപ്സ്ഡ് സ്ട്രക്ചർ സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്നത് ഒരു ബിൽഡിംഗ് തകർച്ചയിൽ നടത്തുന്ന റെസ്ക്യൂ ഓപ്പറേഷൻ ആണ്.
ഉപരിതലത്തിലോ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്നതോ ആയ ശൂന്യ ഇടങ്ങളിലോ അതിജീവിച്ചവരുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രത്യേകതരം സെർച്ച് ഹേസ്റ്റി സെർച്ച് നടത്തുന്നു. ഇരകളുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്തുന്നതിന് വിപുലമായ ഗ്രിഡ് തിരയൽ രീതി ഉപയോഗിക്കുന്നു. ഒന്നിലധികം മുറികൾ തിരയുന്നതിന് അടിസ്ഥാനപരമായി ഗോ റൈറ്റ്, സ്റ്റേ റൈറ്റ് എന്ന രീതി അവലംബിക്കുന്നു. പരിശീലനം സിദ്ധിച്ച നായ്ക്കളും അവ കൈകാര്യം ചെയ്യുന്ന കനൈൻ ടീമും അടങ്ങിയതാണ് ഡോഗ് സ്കർച്ച് എന്നറിയപ്പെടുന്നത്. ഇനി ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ധാരണ പരിശോധിക്കേണ്ട സമയമാണ്. ഇതൊരു വിലയിരുത്തൽ എക്സാമാണ്. ഓരോ ചോദ്യത്തിനും തുല്യമായ മൂല്യമുണ്ട്. പരീക്ഷ പാസ്സാകാൻ കുറഞ്ഞത് 60% സ്കോർ വേണം. ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ഉചിതമായ ഓപ്ഷനോ തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കുക. ചോദ്യങ്ങൾ കൃത്യമായി വായിക്കുകയും ഉത്തരങ്ങൾ തിരഞ്ഞെടുത്ത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക. അഭിനന്ദനങ്ങൾ, ഈ മൊഡ്യൂൾ നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. നന്ദി.